ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുകുന്ദൻ അർച്ചനയോട് പറയുന്നുണ്ട്, അച്ചുവിനെ എന്നെ കണ്ടാൽ ഇപ്പോഴും ദേഷ്യമായിരിക്കും, ആ ദേഷ്യം മാറിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവൻ നമ്മളോടൊന്നും യാത്ര പറയാതെ പോയതെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മുകുന്ദ, അച്ചു നിന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് താൽക്കാലികമാണ്. ഉമ്മ വെച്ച കാലം മുതൽ അവൻ കാണുന്ന അവന്റെ ഏട്ടനെ മനസ്സിലാക്കാൻ അവന് കുറെ വർഷമൊന്നും വേണ്ടി വരില്ല. അവൻ നിന്റെ മുന്നിൽ വരും, നിന്നോട് പറഞ്ഞതിനും ചെയ്തതിനെല്ലാം മാപ്പും ചോദിക്കും. നമ്മള് വളർത്തിയ അച്ചുട്ടൻ അങ്ങനെ ഒരാളാണ്. അങ്ങനെ അർച്ചന പറയുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് വന്ന സാധനങ്ങൾ അതിന് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, നേരെ അവര് റെയിൽവേ സ്റ്റേഷനിലല്ലേ പോയിരിക്കുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവൻ ഏത് ട്രെയിനിലാണ് പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല, അതുമാത്രമല്ല അവന്റെ കൂടെ രുക്കുവാണുള്ളത്, ചിലപ്പോ അവനെ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവോ എന്നും അറിയില്ല. ഇപ്പൊ നമ്മൾ യാത്ര അയക്കാൻ പോകുമ്പോഴേക്കും അവൻ പോയിട്ട് നമ്മൾ വെറുതെ എന്തിനാണ് നിരാശപ്പെടുന്നത്. ഇപ്പോൾ ഈ സാധനങ്ങളൊന്നും കൊടുത്തയച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവന്റെ ട്രെയിനിങ് ക്യാമ്പ് നമുക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ, നമുക്ക് അവിടെ നേരിട്ട് ചെന്നിട്ടായാലും ഇതെല്ലാം കൊടുക്കാലോ. ഞാൻ എന്തായാലും അവന് യാത്രാമംഗളങ്ങൾ നേരത്തെ നേർന്നു കഴിഞ്ഞു. ദ്രവന്തത്തിൽ നിന്ന് അവൻ പോയെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ അവന് യാത്രാമംഗളങ്ങൾ നേർന്നു കഴിഞ്ഞു. ആയോ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അർച്ചനയും അനന്തനും മുകുന്ദനും കൂടി വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. യാത്ര പറയാനായി അമ്പാട്ടിലെത്തിയ അച്ചു ആരെയും കാണാതെ വരുമ്പോ മഞ്ജുവിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും സങ്കടത്തോടെ പോവുകയാണ്. രാത്രിയിലാണെങ്കിൽ അർച്ചനയെയും അനന്തനെയും മുകുന്ദനെയും കാണാതെ വരുമ്പോ രമ്യ ഫോൺ എടുത്ത് മുകുന്ദന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു എന്നിട്ട് രമ്യയോട് ചോദിക്കുന്നുണ്ട്, മണി 7 കഴിഞ്ഞല്ലോ, ഇവരെ എന്താണ് കാണാത്തത്, മുകുന്ദനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ രമ്യ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, അവരെ വിളിച്ച് കിട്ടുന്നില്ല, അവര് ചന്ദ്രകാന്തത്തിലേക്കല്ലേ പോയത്, ചിലപ്പോ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അച്ചുവിനെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ടാവുമെന്ന് പറയുമ്പോ മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പോയിട്ടുണ്ടാവും, പക്ഷെ അവരല്ല അച്ചുവിനെ യാത്ര അയക്കാൻ രുക്കുവാണ് പോയതെന്ന് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് രമ്യയോട് പറയുന്നുണ്ട്, രമ്യ, നീ മുകുന്ദനെ ചന്ദ്രാന്തത്തിലേക്ക് അയക്കണ്ടായിരുന്നു, എല്ലാവർക്കും അവനോട് ദേഷ്യമല്ലേ, അങ്ങോട്ടേക്ക് അയച്ചത് അബദ്ധമായി എന്ന് തോന്നുന്നു എന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചനയും അനന്തനും മുകുന്ദനും വരുന്നത്. മഞ്ജുവും രമ്യയും അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചന്ദ്രാന്തത്തിലേക്ക് പോയി അച്ചുവിനെ കണ്ടില്ലേ, അവൻ ഇതൊന്നും കൊടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. മാറി മാറി അവര് ചോദിക്കുന്നുണ്ടെങ്കിലും അവര് 3 പേരും അതങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അർച്ചന പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, അവനെ കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചിന്നുവും വരുന്നുണ്ട്. എന്താ അമ്മേ, കുഞ്ഞമ്മ അവനെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇല്ല കണ്ടില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം അവൻ അറിയില്ലല്ലോ, ഇരുന്നെങ്കിൽ അവൻ വെയിറ്റ് ചെയ്തേനെ. അങ്ങനെ അർച്ചന പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ്. അച്ചു ഒന്നില്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ ഇതെല്ലാം, ഇപ്പൊ ഇതെല്ലാം വേസ്റ്റ് ആയി പോയില്ലേ, എന്തായാലും അവൻ ചെയ്തതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല, കഷ്ടപ്പാടിന്റെ വിലയൊന്നും അവനറിയില്ലല്ലോ, നമ്മുടെ എത്ര പേരുടെ അധ്വാനമാണ് ഈ ഇരിക്കുന്നത്, എന്തായാലും അച്ചു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി അവനെ വളർത്തി വലുതാക്കിയത്, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇവിടെ വന്ന് അവന് യാത്ര ചോദിച്ചിട്ട് പോവാമായിരുന്നു, എല്ലാം പകരം അവൻ ചന്ദ്രകാന്തത്തിലുള്ളവരുടെ വാക്കല്ലേ കേട്ടത്, അവരുടെ ഇഷ്ടത്തിനാണ് അവനിപ്പോ ജീവിക്കുന്നത്, നിങ്ങളുടെ കഷ്ടപ്പാടിനെല്ലാം അവൻ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്, ഇതെല്ലാം ഗുരുത്വദോഷമാണെന്നൊക്കെ മഞ്ജു അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്, മതി നിർത്ത്, അവൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് പോയത്, ഇവിടെ വന്നില്ലെങ്കിലും ചന്ദ്രകാന്തക്കാരുടെ വാക്ക് കേട്ടിട്ടാണ് ജീവിക്കുന്നെങ്കിലും നന്നായിരുന്നാൽ മതി, ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇതെല്ലാം അകത്തേക്ക് എടുത്തു വെക്കിയെന്ന് പറഞ്ഞ് അർച്ചന സങ്കടത്തോടെ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോവാനായി നിൽക്കുമ്പോൾ മഞ്ജു അനന്തനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, എങ്കിലും അനന്തേട്ട, ഇതെന്തൊരു കഷ്ടമാണ്, പെറുപ്പുകളോട് അവന് ഒരു സ്നേഹവും ഇല്ലാതെയായി പോയല്ലോ എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ അനന്തൻ മഞ്ജുവിനോട് ദേഷ്യപ്പെടുകയാണ്. കൂടപ്പെറുപ്പുകളോടുള്ള സ്നേഹം അളക്കാൻ വേണ്ടി നടക്കുകയാണോ നീ, നിന്റെ കാര്യം നോക്കെന്ന് പറഞ്ഞ് അനന്തൻ അകത്തേക്ക് പോവുകയാണ്. മഞ്ജുവിനെ യാത്രയാക്കി വന്നതിന് ശേഷം രുക്കു അമ്പാട്ടിലേക്ക് പോയതിന്റെ കാര്യം വിജയ് ശങ്കറിനോടും ചന്ദ്രയോടും പറയാണ്. രുക്കു പറയുന്നതെല്ലാം കേട്ട് വിജയ് ശങ്കറും ചന്ദ്രയും അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തിനാണ് അമ്പാട്ടിലേക്ക് പോയത്, വീടിന്റെ പടി ചവിട്ടാൻ നിനക്കെങ്ങനെ സാധിച്ചു രുക്കു, നിന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച വീടല്ലേ അത്, അമ്പാട്ടിലേക്ക് അച്ചു നിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് നിനക്ക് അവനെ തടഞ്ഞൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അവൻ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു, തടയാൻ ഞാൻ ശ്രമിച്ചതാണ് ഏട്ടാ, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാൻ നിൽക്കുന്ന അച്ചു അമ്പാട്ടിലേക്ക് പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ രുക്കു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നാണക്കേടായല്ലോ, ഇപ്പോ വീണ്ടും അമ്പാട്ടുകാര് ജയിച്ചതുപോലെയായി, അവര് 3 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നാണം കെടുത്തി ഇറക്കി വിട്ടതാണ് ഞങ്ങൾ. ചന്ദ്ര പറയുമ്പോ രുക്കു ചോദിക്കുന്നുണ്ട്, മുകുന്ദൻ ഇവിടെ വന്നോ, അയാളെ എന്തിനാണ് നിങ്ങൾ ഇവിടെ കയറ്റിയത് എന്ന് രുക്കു ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ആരെ കയറ്റിയതൊന്നുമില്ല, ഞങ്ങൾ അവരെ വിളിച്ചു വരുത്തിയതല്ലോ, അവര് വന്ന് കയറിയതല്ലേ എന്ന് വിജയ് ശങ്കർ പറയുമ്പോ ചന്ദ്ര രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, അമ്പാട്ടിലേക്ക് നിങ്ങൾ പോയ
എത്തിയപ്പോൾ സ്വീകരണം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട് അവിടെ മഞ്ജു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ജു ചേച്ചി ഞങ്ങൾ ചെന്ന കാര്യം പറയുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഹോ ഇപ്പോഴാണ് സമാധാനമായത്. അച്ചുവിനെ പോലെ ഒരുത്തി ആ വീട്ടിലുള്ളത് നമുക്ക് എന്തുകൊണ്ടും സഹായമാണ്. രുക്കു പോട്ടെ നീ അച്ചുവിന് ഫോൺ കൊടുത്തു വിട്ടോ? അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട് അച്ചുവിന് ഞാൻ ഫോൺ കൊടുത്തു വിട്ടില്ല. ഫോൺ കൊടുത്തു വിട്ടാൽ അവൻ അമ്പാട്ട് വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യില്ലേ, കൊണ്ടാണ് ഞാൻ കൊടുത്തു വിടാതിരുന്നത്. പിന്നെ പോയ വഴി ഒരു പുതിയ ഫോൺ വാങ്ങി പിന്നെ ഒരു സിം കാർഡും എടുത്തു കൊടുത്തു. നമ്പർ എന്തായാലും എനിക്ക് മാത്രമേ അറിയൂ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതേതായാലും നന്നായി. ഇനിയിപ്പോ അമ്പാട്ടുകാരെ അവന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ ബുദ്ധി അപാരം തന്നെ രുക്കു എന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട് ബുദ്ധിശക്തിയിൽ ഇവൾ ആരാന്ന നിന്റെ വിചാരം? എന്റെ പെങ്ങളല്ലേ ഇവളെന്ന് പറയാണ്. പിറ്റേ ദിവസം രാവിലെ ദീപ്തിയും വസുവും കൂടി ഓഫീസിന് മുന്നിലൂടെ കേസിന്റെ കാര്യം സംസാരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഓട്ടോയിൽ JK വന്നിറങ്ങുന്നത്. JK കണ്ട് ദീപ്തി വസുവിനോട് പറയുന്നുണ്ട് ഇത് നമ്മുടെ ആ പഴയ കക്ഷിയല്ലേ, മുകുന്ദന്റെ കൂടെ ലോക്കപ്പിൽ കിടന്ന വ്യക്തി എന്നൊക്കെ. അവരങ്ങനെ JK കുറിച്ച് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് JK അവരെയും കാണുന്നത്. പിന്നീട് JK അവരുടെ അടുത്ത് പോയി ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്നറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ അർച്ചന അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ്സ് അല്ലേ എന്ന് JK ചോദിക്കുമ്പോൾ അതെ എന്ന് ദീപ്തി പറയുന്നുണ്ട്. ഇത് വക്കീലിനെയാണ് സാർ ഇന്ന് കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട് ഞാൻ അർച്ചന അസോസിയേറ്റ്സിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളന്ന് സംസാരിച്ച കേസില്ലേ 25 lakhsന്റെ മാനനഷ്ട കേസിന്റെ കാര്യം ഒന്ന് സംസാരിക്കണമല്ലോ. എനിക്ക് വേറെ ചില തിരക്കുകളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റാതിരുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഡീലിംഗ്സ് ആണെങ്കിൽ അർച്ചന അസോസിയേറ്റ്സിന് ഞാൻ എന്റെ കേസ് ഏൽപ്പിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുള്ള കേസിന്റെ ഫയലുകൾ എടുത്തു നോക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മേഡത്തെ കാണാൻ പറ്റാത്തത് കൊണ്ട് പോയതാണ്. നിങ്ങൾക്ക് എന്റെ കേസ് ഏറ്റെടുക്കാൻ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട് അതൊന്നുമില്ല, സാർ എന്തായാലും അകത്തേക്ക് ഇരിക്കുമെന്ന് പറഞ്ഞ് വസുവിനോട് സാറിനെ അകത്തേക്ക് കൊണ്ടുപോകാനായി ദീപ്തി പറയുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് അർച്ചനയെ വിളിക്കുന്നുണ്ട്. അർച്ചന ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദീപ്തിയുടെ കോള് വരുന്നത്. വേഗം തന്നെ വണ്ടി സൈഡാക്കിക്കൊണ്ട് അർച്ചന ഫോൺ എടുത്ത് എന്താ ദീപ്തി കാര്യമെന്ന് ചോദിക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട് അർച്ചനെ നീ ഇവിടെ എത്താനായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ വരികയാണ് എന്ന് പറയാണ്. ഇതാണ് കാര്യം, എന്തെങ്കിലും കേസിന്റെ കാര്യമാണെങ്കിൽ നീ എല്ലാ ഡീറ്റെയിൽസും വാങ്ങിച്ചു വെക്ക്, അതിനെ എന്നെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അർച്ചന പറയുമ്പോൾ ദീപ്തി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അർച്ചനയോട് ഇതാണ് കക്ഷിയെന്ന് ഇപ്പൊ പറഞ്ഞാൽ അവൾ ഈ കേസ് വേണ്ടെന്ന് വെക്കും, അതുകൊണ്ട് അവള് ഇവിടെ വന്നിട്ട് തന്നെ കാര്യങ്ങൾ പറയാമെന്ന് മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അർച്ചനയോട് പറയുന്നുണ്ട് നീ ഇനി ഇങ്ങോട്ടേക്കാണോ അതോ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടാണോ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വാങ്ങി വെക്കാന്ന് വിചാരിച്ചു, പക്ഷേ കക്ഷിക്ക് നിന്നെ നേരിട്ട് കാണണമെന്നാണ് പറഞ്ഞത്. ഇയാൾക്ക് ഞങ്ങളടുത്ത് ഡീറ്റെയിൽസ് തരാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത്, വേഗം ഒന്ന് വായു എന്ന് പറഞ്ഞ് ദീപ്തി ഫോൺ കട്ട് ചെയ്യാണ്. JK ആണെങ്കിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപ്തിയും വസുവാണെങ്കിൽ ഇന്നെന്താ ഇയാൾക്ക് സ്മോക്കിംഗ് ഒന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. JK അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മേഡം ഇതുവരെ വന്നില്ലേ, എന്താണ് ഇത്ര ലേറ്റ് ആവുന്നത് എന്ന് ചോദിക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട് മേഡം ഇപ്പൊ വരും, സാറിന് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഇന്നല്പം ലേറ്റ് ആയാലും ഞാൻ നിങ്ങളുടെ മേഡത്തെ കണ്ട് അവരെ കേസ് ഏൽപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്ന് JK ചോദിക്കുകയാണ്. വസുപ്പ പറയുന്നുണ്ട് ചോദിക്കാനുണ്ട്, സാറിന് പോലീസ് സ്റ്റേഷനിൽ വേറെ എന്തെങ്കിലും കേസുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട് ഉണ്ടാവും, എനിക്കതൊന്നും അറിയില്ലെന്ന് പറയാണ്. ദീപ്തി അപ്പോ JKയോട് ചോദിക്കുന്നുണ്ട് സാർ നിങ്ങൾ 25 ലക്ഷത്തിന്റെ ഒരു മാനനഷ്ട കേസ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ശരിക്കും കേസ്? 25 ലക്ഷം രൂപ സാറിന് ക്ലെയിം ചെയ്യാനാണോ അതോ ആരെങ്കിലും സാറിന്റെ പേരിൽ ക്ലെയിം ചെയ്തിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട് കേസിന്റെ കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളുടെ മേഡം അല്ലേ, എന്താണെന്ന് ഞാൻ അവരോട് പറഞ്ഞേക്കാം. അപ്പൊ നിങ്ങളോട് കേസിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മേഡം വരുമ്പോ വീണ്ടും ഞാൻ പറയണം, റിപ്പീറ്റേഷന് എനിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെ JK പറയാണ്. വസു അപ്പോ വീണ്ടും JKയോട് ചോദിക്കുന്നുണ്ട് ശരി സാർ ഇപ്പൊ പറയണമെന്നില്ല, സാറിന്റെ പേരും ജോലിയും അഡ്രസ്സും ഒക്കെ ഒന്ന് പറയോ, അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട്, എന്റെ കേസ് കേട്ടതിന് ശേഷം നിങ്ങളുടെ മേഡം കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്റെ വക്കാലത്ത് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തരാം എന്ന് JK പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട് ഓക്കെ സാർ എന്തായാലും വെയിറ്റ് ചെയ്യേ,
സാറിന് സ്മോക്ക് ചെയ്യണമെങ്കിൽ സ്മോക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട് അത് വേണ്ട, ഇവിടെ സ്ത്രീകൾ ഉള്ളതല്ലേ, അങ്ങനൊരു സ്ഥലത്ത് സ്മോക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട് അല്ല, ഇവിടെ വെച്ച് സ്മോക്ക് ചെയ്യാൻ പറ്റില്ല, സാറിന് വേണമെങ്കിൽ പുറത്തു പോയിട്ട് സ്മോക്ക് ചെയ്ത് വന്നോളൂ എന്ന് പറയാണ്. JK അപ്പോ പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചനയും എത്തുന്നുണ്ട്. അർച്ചന എന്നിട്ട് ദീപ്തിയോട് എന്താണ് ദീപ്തി കാര്യമെന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട് ആ കക്ഷി ഇത്ര നേരം നിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോയതാണെന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് ആരാണ് കക്ഷി, എന്താണ് കേസ്, ഏതെങ്കിലും പീഡന കേസിലെ പ്രതിയാണെങ്കിൽ അതൊന്നും നമ്മൾ ഏറ്റെടുക്കില്ല, കുറ്റക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസും നമ്മൾ ഏറ്റെടുക്കില്ല. അങ്ങനെ അർച്ചന പറയുമ്പോൾ വസു പറയുന്നുണ്ട് കേസ് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞില്ല, മേഡം വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാണെന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട് എങ്കിൽ ശരി അയാൾ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അർച്ചന മറ്റൊരു കേസ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് JK വരുന്നത്. JK എന്നിട്ട് ദീപ്തിയോടും വസുവിനോടും ചോദിക്കുന്നുണ്ട് എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ മേഡം വന്നു എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി വന്നു എന്ന് പറയാണ്. JK അപ്പൊ തന്നെ വന്ന് അവിടെയുള്ള ചെയറിൽ ഇരിക്കുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് JK കാണുന്നില്ല. JK എന്നിട്ട് അർച്ചനയോട് എക്സ്ക്യൂസ് മീ മേഡം എന്ന് പറയുമ്പോൾ അർച്ചന ആ കേസ് എടുത്ത് അവിടെ വെച്ചുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞ് JK നോക്കുകയാണ്. ഇങ്ങനെ JKയും അർച്ചനയും വീണ്ടും നേർക്കുനേർ കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും കാണുന്നതോടെ ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.